പൊന്നോണത്തെ വരവേൽക്കുവാൻ നാടൊരുങ്ങി. കാസർഗോഡ് നഗരത്തിൽ പൂവിപണി ഉൾപ്പെടെ സജീവമാണ്. ഇതര സംസ്ഥാനത്തിൽ നിന്നടക്കമുള്ള നിരവധി പേരാണ് പൂക്കൾ വിൽക്കുവാൻ നഗരത്തിൽ എത്തിയിട്ടുള്ളത്. മഴയൊഴിഞ്ഞു നിൽക്കുന്നതിനാൽ മികച്ച കച്ചവടമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ഗൾഫ് ബസാർ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. ഓണത്തെ വരവേൽക്കുന്നതിനായി കാസർഗോഡ് പൂവിപണി ഒരുങ്ങിക്കഴിഞ്ഞു. നഗരത്തെ വർണ്ണാഭമാക്കുന്ന രീതിയിലാണ് പൂക്കച്ചവടക്കാർ പൂവിപണി ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണത്തെ വിപണിയെക്കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. മലയാളിയുടെ വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കാൻ ഇത്തവണയും മറുനാടൻ പൂക്കൾ എത്തി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിലയിൽ ചെറിയ മാറ്റമുണ്ടായിട്ടുണ്ട്. ചെണ്ടുമല്ലി കിലോയ്ക്ക് 100 മുതൽ 200 രൂപ വരെയാണ് വില. റോസ് 200, ജമന്തി 100, വാടാമല്ലി 200 തുടങ്ങിയവയാണ് നിലവിലെ വില. എല്ലാ വർഷവും കച്ചവടത്തിനായി കാസർഗോഡ് എത്തുന്നതാണെന്നും ഈ പ്രാവശ്യം മഴ ഒഴിഞ്ഞു നിൽക്കുന്നതിനാൽ നല്ല കച്ചവടം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കർണാടക ಹಾಸನ್ സ്വദേശി ಮಂಜೇಗೌಡ പറയുന്നു. ನಾಲ್ಕೈದು ಥರ ಇದೆ ಹೂವು. ಗುಲಾಬಿ, ಶಾವಂತಿಗೆ, ವೈಟ್ ಜನ್ಯ, ಚೆಂಡು ಹೂವು, 4-5 ಥರ ಇದೆ. ಬೆಲೆಗಳು ಚೆಂಡು ಹೂವಿಗೆ 100 ರೂಪಾಯಿ, ಕಿಲೋ 100 ರೂಪಾಯಿ, ಗುಲಾಬಿಗೆ 200 ರೂಪಾಯಿ, ವೈಟು ಅದು 200 ರೂಪಾಯಿ kg, ಎಲ್ಲ 100-200 ರೂಪಾಯಿ ಇದೆ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും വലിയ രീതിയിലുള്ള ഓണാഘോഷങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ പൂക്കൾ ആവശ്യപ്പെട്ട് എത്താനുള്ള സാധ്യത കുറവാണ്. മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും സ്വകാര്യ വ്യക്തികളുടെയും നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി വ്യാപകമായി നടത്തിയിരുന്നു. ഇതിനാൽ പ്രാദേശിക വിപണിയിൽ ഈ പൂക്കളും ധാരാളമായി ലഭിക്കുന്നത് ഓണം ആഘോഷിക്കുന്നവർക്ക് ആശ്വാസമാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ആഘോഷങ്ങൾ കുറവാണെങ്കിലും ആവശ്യക്കാർ തേടിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ക്യാമറമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ഗാദ CM, KCN ന്യൂസ്, കാസർഗോഡ്.